സ്വരാജ് നേരത്തെ എത്തിയിരുന്നു, പക്ഷേ വൈകി എത്തുമ്പോൾ കുറച്ചുകൂടി ആവേശം പലപ്പോഴും കിട്ടാറുള്ളൂ. അത് ആര്യടൻ ഷൗക്കത്തിന്റെ പേര് വിളിച്ച് ആവേശത്തോടെ രമ്യ ഹരിദാസ് പറയുന്നു, പ്രവർത്തകരൊക്കെ അത് ഏറ്റു പറയുന്നു. അങ്ങനെ ആ കാഴ്ചയാണ് UDF ക്യാമ്പിൽ കാണുന്നത്. സ്വരാജ് ഏറെ നേരമായി അവിടെ എത്തിയിട്ട് എങ്ങനെയുണ്ട്? LDF ക്യാമ്പിൽ 1 മണിക്കൂർ കൂടി എങ്ങനെ ആവേശ ഉജ്ജ്വലമായി കാര്യങ്ങൾ പോകുന്നു? എത്തുന്നു, അതിനുശേഷം സ്വരാജ് എത്തുന്നു. ആ നിമിഷം മുതൽ സ്വരാജിനെ ഒന്ന് കൈകൊടുക്കുക, സ്വരാജിന് ഒരു അഭിവാദ്യം പറയുന്നതിന് വേണ്ടി പ്രവർത്തകരുടെ വലിയ തിരക്കാണ്. ആ തിരക്ക് നമുക്ക് ഇപ്പോഴും ആ തിരക്ക് മാറിയിട്ടില്ല. എന്തായാലും ഇവിടെ നമ്മൾ ഈ തെരഞ്ഞെടുപ്പിന് മുൻപാണ് നമ്മൾ ഇവിടേക്ക് എത്തുന്നത്. അതായത് ഈ ഇലക്ഷൻ പ്രഖ്യാപിച്ച ആ സമയത്താണ് നമ്മൾ എത്തുന്നത്. ആ സമയത്ത് നമ്മൾ പരിചയപ്പെട്ട നാട്ടുകാരിൽ ഒരാൾ പറഞ്ഞൊരു കാര്യമുണ്ട്. ഇവിടെ സാധാരണ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ഈ വലിയ രീതിയിലുള്ള ഇത്തരത്തിൽ കൊട്ടിക്കലാശം ഒന്നും തന്നെ ഇവിടെ കാണാറില്ല. കാരണം ഈ നാട്ടിലെ എല്ലാ മനുഷ്യർക്കും അവരുടേതായ രാഷ്ട്രീയമുണ്ട്. പക്ഷേ ആ രാഷ്ട്രീയം ഒന്നും തന്നെ വലിയൊരു ആവേശമായി ഇത്തരത്തിലൊരു ഈ കൊട്ടിക്കലാശം എന്ന തരത്തിലേക്ക് ഒന്നും തന്നെ വലിയ രീതിയിൽ പോകാറില്ല. ഞങ്ങൾ TV-യിൽ മാത്രമാണ് അത്തരത്തിൽ കൊട്ടിക്കലാശമൊക്കെ തന്നെ കാണാറുള്ളത്. ആ കൊട്ടിക്കലാശം ഒന്നും ഈ നാട്ടിലല്ല. കൊട്ടിക്കലാശമുണ്ട്, അത് ഒരു 10-15 മിനിറ്റ് നിലമ്പൂർ ടൗണിൽ വന്നൊരു കൊട്ടിക്കലാശമായിരിക്കും. അതിനൊക്കെ അപ്പുറത്ത് ഇങ്ങനൊരു കൊട്ടിക്കലാശം അവർ കണ്ടിട്ടില്ല. അങ്ങനെ നോക്കുമ്പോൾ ഇത് അവരുടെ ആദ്യത്തെ അനുഭവമാണ്. ഇങ്ങനെ ഒരു എല്ലാ മുന്നണികളും UDF-ഉം LDF-ഉം NDA-യും ഒക്കെ തന്നെ അവരുടെ രാഷ്ട്രീയ സംവിധാനങ്ങളൊക്കെ തന്നെ ഒരു മണ്ഡലത്തിൽ കേന്ദ്രീകരിച്ച് നിലമ്പൂരിൽ കേന്ദ്രീകരിച്ച് ഏകദേശം 3 ആഴ്ചയിലധികം പണിയെടുക്കുമ്പോൾ ഇതിനപ്പുറമല്ല ഉണ്ടാക്കേണ്ടത്. അത് കാരണം ഇത് ജനാധിപത്യത്തിന്റെ ഉത്സവമാണ്. നിലമ്പൂരിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവം എന്ന് പറയുന്നത് അത് ജനുവരി മാസത്തിലെ പാട്ടുത്സവമാണ്. നിലമ്പൂർ കോവിലകത്തെ പാട്ടുത്സവം. ഈ നാട്ടിലെ എല്ലാ മനുഷ്യരും, ഈ നാട്ടിലെ എല്ലാ മതസ്ഥരും ഒന്നിച്ചു ചേർന്ന് ആഘോഷിക്കുന്ന നിലമ്പൂർ പാട്ടുത്സവം അത് ജനുവരി മാസത്തിൽ നടക്കുന്നത്. എന്നാൽ ഈ ജനുവരി മാസത്തിന് അപ്പുറത്ത് 6 മാസങ്ങൾക്ക് ശേഷം ഇതാ വീണ്ടും നിലമ്പൂരിൽ മറ്റൊരു ഉത്സവം, ജനാധിപത്യത്തിന്റെ ഉത്സവം. ഇവിടെ എല്ലാ മനുഷ്യരും ആഘോഷിക്കുകയാണ്. കഴിഞ്ഞ 23 ദിവസം അവരുടേതായ പാർട്ടികൾക്ക് വേണ്ടി, അവരുടേതായ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി, അവർക്ക് വേണ്ടി ജയിക്കുന്നതിന് വേണ്ടി അവർ എടുത്തിയ വിയർപ്പുകൾ. അതിനുശേഷം ഇതാ പരസ്യ പ്രചാരണം അവസാനിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് ഇനി 1 മണിക്കൂർ, കേവലം 1 മണിക്കൂർ മാത്രം ബാക്കി നിൽക്കെ എല്ലാവരും അവരുടെ ആഘോഷം. മഴ ഇടയ്ക്കൊന്ന് ചാറ് നോക്കി, മഴ ഇടയ്ക്കൊന്ന് പെയ്തു നോക്കി. ഈ മനുഷ്യരെ അവരുടെ നൃത്തത്തെ ഒന്ന് അവസാനിപ്പിക്കാൻ മഴയ്ക്ക് പോലും കഴിയുന്നില്ല. ആ മഴ തോറ്റ് പിൻവാങ്ങി അവർ വീണ്ടും ആഘോഷത്തിലേക്ക് മറന്നു, നൃത്തം ചെയ്യുന്നു. അങ്ങനെ LDF-ന്റെ ക്യാമ്പ് ആവേശമായിരുന്നു. ചേട്ടാ, മഴ ഏതെങ്കിലും തരത്തിൽ പ്രശ്നമാവോ? മഴ പ്രശ്നമില്ല. മഴ പ്രശ്നമുണ്ടോ? മഴ പ്രശ്നമില്ല, നമ്മുടെ ഫുൾ പവറാണ്. സ്വരാജ് തൂക്കും. എങ്ങനെ? സ്വരാജ് ജയിക്കും. പക്ക സെറ്റാണ്. പ്രശ്നമൊന്നുമില്ല. സ്വരാജ് തൂക്കും. എത്ര വോട്ട്? ഒരു 15,000 വോട്ട് ജയിക്കും. 15,000 വോട്ട്. ഈ നാട്ടുകാരനാണോ? 15,000 വോട്ട് ജയിക്കും. ഇത്തരത്തിൽ ഈ ഒരു കൊട്ടിക്കലാശമൊക്കെ ആദ്യമായിട്ടാണോ ഈ തരത്തിലുള്ള ഇതൊന്നുകൂടി അധികം ഉണ്ടെന്നുള്ളൂ. ഇതൊന്നുകൂടി ദമ്മിൽ നടത്തിയെന്നുള്ളൂ. ഗമ്മിൽ നടത്തി. എടാ പൊളിക്കുവാണ്. സ്കൂളിൽ പോയാൽ വേണോ? സ്കൂൾ കഴിഞ്ഞാണ്. എങ്ങനെയുണ്ട്? സ്വരാജ് ജയിക്കും ഉറപ്പല്ലേ? എത്ര വോട്ടിന്? അങ്ങനെ പറയാൻ പറ്റില്ല, നാട്ടുകാരാണ്. ഈ അൻവർ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കോ? ഇല്ല. ചൗക്കത്ത് ഇല്ല. എന്തായാലും പ്രവർത്തകരൊക്കെ തന്നെ വലിയ ആവേശമാണ്. എവിടുന്നാ? ഇവിടെ തന്നെയാണ്, ഞങ്ങളുടെ നാട്ടിൽ തന്നെ, ഞങ്ങളുടെ മണ്ഡലം തന്നെ. സ്വരാജ് ഉറപ്പിക്കും. 100% ഉറപ്പിച്ചത്. 100% ഈ മഴ പ്രശ്നം ഉണ്ടാക്കിയ? ഇല്ലല്ല, മഴ ആവേശം ഉണ്ടാക്കി. മഴ അല്ല ആവേശം. മഴ വേണം. മഴ സ്വരാജിന്റെ വിജയത്തിന്റെ മുന്നോടിയായിട്ടുള്ള ഒരു എന്താ പറയാ, അതാണ് മഴ. ഞങ്ങൾ കൊല്ലത്തുനിന്നാണ് വരുന്നത്. ഈ ആവേശം കണ്ട് ഞങ്ങൾ ഇന്ന് തന്നെ വൻ ട്രെയിൻ കയറി എത്തിയാണ്. സ്വരാജ് തന്നെ ജയിക്കത്തുള്ളൂ. ഇവിടെ വൻ ഭൂരിപക്ഷം ജയിക്കും, ഉറപ്പാണ്. എന്തായാലും പല നാടുകളിൽ നിന്നെത്തിയ ആൾക്കാരുണ്ട്, പല സ്ഥലങ്ങളിൽ നിന്നെത്തിയ ഈ സ്വരാജിന്റെ ഒരു ഇതൊക്കെ കണ്ട് എത്തിയ ആൾക്കാരൊക്കെയാണ്.